السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. وقال الله تعالى في قرآنه الكريم: يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സത്യവിശ്വാസികളെ, എൻ്റെ ക്ലാസ്സുകൾ സശബ്ദം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നിങ്ങളെ വിലപ്പെട്ട 10 മിനിറ്റ് നീട്ടിവെക്കുക. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. നമ്മൾ ഹിദായത്തിൻ്റെ അകത്താണ്. നമ്മളോട് അള്ളാഹു ആവശ്യപ്പെടുന്നത് പരിപൂർണമായിട്ടും ഹിദായത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണ്. ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 208 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്, അതെങ്ങനെ ആവശ്യപ്പെടുന്നത്? ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഖുർആനിൽ ഏതാണ്ട് 89ഓളം പ്രാവശ്യമായിട്ട് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് അള്ളാഹു വളരെ സ്നേഹപൂർവ്വം വിളിച്ചുകൊണ്ട് 89ഓളം പ്രാവശ്യം ഖുർആനിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശം നൽകുന്നുണ്ട്. അതിൽ 6ാമത്തെ നിർദ്ദേശം, അപ്പോൾ അഞ്ചാമത്തേത് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു, നോമ്പിലൂടെ നമ്മൾ ശുദ്ധീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ പരിപൂർണമായും സ്വാംശീകരിക്കാൻ പാകപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമ്മളോടുള്ള ഒരു വിളി, 6ാമത്തെ വിളി എന്താണ്? അല്ലയോ സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പരിപൂർണമായും പ്രവേശിക്കണം. എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ദീൻ മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, യഥാർത്ഥ ദീൻ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ദീൻ അത് ഇസ്ലാം ദീൻ മാത്രമാണ്. ഏത് ഇസ്ലാം? പരിപൂർണമായ ഇസ്ലാം, ബാഹ്യമായ പാർഷ്യൽ ഇസ്ലാമല്ല. അള്ളാഹ് ചോദിക്കും, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകറഹാ വഇലൈഹി യുർജഊൻ. അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളും, ചേതന അചേതന, ജൈവ അജൈവ എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ അലംഘനീയമായ ആ വിധിക്ക് അവർ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. ലോകത്തുള്ള അചേതന വസ്തുക്കൾ, നോൺ ലിവിങ് തിങ്സ്, പ്രപഞ്ചത്തിലെ നെബുലകൾ, ഗാലക്സികൾ, ബില്യൺ കണക്കിന് ഗാലക്സികൾ, അതുപോലെ സൗരയൂഥം, നമ്മുടെ ഭൂമി, പ്രപഞ്ചമാസകലം, അതിലുള്ള വസ്തുക്കളൊക്കെ അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക വ്യവസ്ഥയുണ്ട്, അലംഘനീയമായ ആ വ്യവസ്ഥയ്ക്കിൽപ്പെട്ടിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അലം തറ അന്നല്ലാഹു യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ, ലോകത്തെ എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ ആ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു. ആ പരിപൂർണമായ ഇസ്ലാം, പ്രപഞ്ചത്തോളം വിശാലമുള്ള ഇസ്ലാം, ആ ഇസ്ലാമിലേക്ക് ഭാഗ്യമായിട്ടല്ല പ്രവേശിക്കേണ്ടത്, ആ ഇസ്ലാമിലേക്ക് പരിപൂർണമായിട്ടും പ്രവേശിക്കണം. നമ്മുടെ വൈയക്തിക, കുടുംബ, സാമൂഹിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ, കലാ, സാംസ്കാരിക എല്ലാ മേഖലകളും, നമ്മുടെ ഇബാദാത്തുകൾ, നമ്മുടെ മുആമലാത്തുകൾ, നമ്മുടെ അഖ്ലാഖ്, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ, നമ്മുടെ എല്ലാ വിഷയവും എന്തായിരിക്കണം? അത് ഹിദായത്ത് അധിഷ്ഠിതമായിരിക്കണം. ഈ ആയത്തിറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട്, ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, റിവിലേഷൻ കോണ്ടെക്സ്റ്റ്. ഓരോ ആയത്തിറങ്ങുമ്പോഴും എല്ലാത്തിനും ഉണ്ടായിക്കൊള്ളുന്നില്ല. ചില ആയത്തുകൾ ചില പ്രത്യേക കോണ്ടെക്സ്റ്റ് ഉണ്ടാകാം. സബ് നുസൂൽ അൽ ആം വൽ ഖാസ്, ഖുർആൻ എല്ലാ നിയമങ്ങളും ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് ബാധകമാണ്, സത്യവിശ്വാസികൾ പ്രത്യേകിച്ചും ബാധകമാണ്. ഇവിടെ പ്രത്യേകിച്ച് ഈ ആയത്തിറങ്ങുമ്പോൾ നമുക്കറിയാം, പ്രഗത്ഭരായ സഹാബികൾ, ചില യഹൂദികൾ സഹാബികളെ, പ്രവാചകരെ അംഗീകരിച്ച് ഇസ്ലാമിൽ കടന്നു വന്നു. അബ്ദുല്ലാഹി ബിൻ സലാം,
വസ്ഹാബുഹു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അബ്ദുല്ലാഹ് ബിൻ സലാം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അടങ്ങുന്ന ചില യഹൂദി പണ്ഡിതന്മാർ ഇസ്ലാം സ്വീകരിച്ചു. അവർക്ക് ആ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മുമ്പത്തെ മതത്തെപ്പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് ഹൃദയത്തിൽ ബാക്കിയുണ്ടായിരുന്നു. അവർ യൗമുസ്സബത്ത് യഹൂദികൾ അവർ കൊണ്ടാടിയിരുന്ന യമുസ്സബത്ത് സബ്ബാറ്റ് ഡേ അവർക്ക് മനസ്സിൻ്റെ അകത്ത് തങ്ങി നിൽക്കുമായിരുന്നു. അത് ഒന്നും കൂടി ആഘോഷിക്കണമെന്ന്. അതുമാത്രമല്ല തൗറാത്തിൽ കറാഹത്ത് എന്ന് പറഞ്ഞ ഒട്ടകത്തിൻ്റെ ഇറച്ചി, ഒട്ടകത്തിൻ്റെ പാൽ പോലത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് കറാഹത്ത് കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇങ്ങനെ ഇസ്ലാമും ഇസ്ലാമേതര മതത്തിലെ അല്ലെങ്കിൽ ഇസ്ലാമേതര പ്രത്യയശാസ്ത്രത്തിലെ ഇസ്ലാമേതര ഐഡിയോളജി ഭാഗങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മിക്സ്ഡ് ഫിലോസഫി, ഒരു മിക്സ്ഡ് റിലീജനായി ജീവിക്കണമെന്ന് ആഗ്രഹം പഠിപ്പിച്ചപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. അപ്പോൾ ആ ആയത്ത് അതിൻ്റെ ഒരു സ്പെഷ്യൽ കോണ്ടെക്സ്റ്റ് ഉണ്ടെങ്കിലും ഇറ്റ്സ് ഫോർ ദ ഹോൾ, എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് എൻറ്റർ ദ ഇസ്ലാം കംപ്ലീറ്റ്ലി. ഈ ബിലീവേഴ്സ് എൻറ്റർ ദ ഇസ്ലാം കംപ്ലീറ്റ്ലി. ഇസ്ലാം ദീനിലേക്ക് പരിപൂർണമായി പ്രവേശിക്കണം. വെറും നിസ്കാരം നോമ്പ് മാത്രമല്ല, വെറും കോലങ്ങൾ മാത്രമല്ല, നമ്മുടെ സ്വഭാവം, നമ്മുടെ എല്ലാ വിഷയങ്ങളും, നമ്മുടെ കല്യാണം, നമ്മുടെ എടുക്കൽ കൊടുക്കൽ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ രാഷ്ട്രീയ ചിന്ത, എല്ലാ വിഷയത്തിലും ഇതാരും രണ്ടഭിപ്രായമില്ല. പക്ഷെ ആർക്കാണ് ദീനിനെ മനസ്സിലാക്കാതെ ചില ഭൗതികവാദികൾക്ക്, ചില ലിബറലിസ്റ്റുകൾ, ചില കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ് ഇതിൽ രണ്ടഭിപ്രായമുള്ളൂ. ലോകത്ത് ഒരു മുസ്ലിമിനും അള്ളാഹുവിൻ്റെ ദീൻ പരിപൂർണമാണ്, അത് കുറച്ച് സ്വീകരിക്കാവൂ, കുറച്ച് വേറെ എന്നുള്ള ചിന്ത ആർക്കുമില്ല. അറിവില്ലാത്ത കൊണ്ട് ചില കൂട്ടക്കുണ്ട്. അതൊക്കെ നമ്മൾ അറിവില്ലായ്മ തെര്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഹിദായത്ത് സമ്പൂർണ്ണമാണ്. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അള്ളാഹുവെ നീ ചൊവ്വായ മാർഗത്തിലേക്ക് നീ എന്നെ ക്ഷണിക്കാൻ, ചൊവ്വായ മാർഗത്തിലാണ് ഞാൻ, ആ മാർഗത്തിൽ നീ അടിയുറപ്പിച്ച് നിർത്തണമേ. നമസ്കാരം ഹിദായത്താണ്. അതുപോലെ തന്നെ പലിശ വാങ്ങിക്കാണ്ടിക്കൽ ഹിദായത്താണ്. പലിശക്ക് ലോണിൽ വണ്ടി വാങ്ങിക്കാണ്ടിക്കൽ ഹിദായത്താണ്. കല്യാണം അള്ളാഹും റസൂലും പറഞ്ഞു പോലെ കല്യാണം കഴിക്കൽ, അവിടെ അള്ളാഹ് വിലക്കിയത് നമ്മൾ മാറ്റി നിർത്തൽ ഹിദായത്താണ്. ഓരോ വിഷയത്തിലും ഹിദായത്തുണ്ട്. നിസ്കരിക്കാൻ മാത്രം ഹിദായത്തല്ല, നോമ്പടിക്കാൻ മാത്രം ഹിദായത്തല്ല, തൊപ്പി വെക്കാൻ താടി വെക്കാനുള്ള മാത്രം ഹിദായത്തല്ല. ഓരോ വിഷയത്തെയും അള്ളാഹു കൽപ്പിച്ച കൽപ്പനകൾ അപ്പടി സമിഅന വ അതാന, ഞാൻ കേട്ടു അനുസരിച്ചു എന്ന നിലക്കുള്ള ഒരു മെൻ്റൽ മൈൻഡ് സെറ്റപ്പ് ഉണ്ടായിരിക്കണം. അത് ഹൃദയം ശുദ്ധീകരിക്കണം. ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ടാണ് ആ മൈൻഡ് സെറ്റപ്പ് ഉണ്ടാവില്ല. ഏത് വിഷയം എൻ്റെ അള്ളാഹു ഇഷ്ടപ്പെടാൻ നമ്മൾ രാവിലെ പറയുന്നത്, രാവിലെ വൈകിട്ടും റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വമുഹമ്മദൻ നബിയ, എല്ലാവരും പറയാൻ ദിക്റാണ്. റളീതു ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ തൃപ്തി അടഞ്ഞു. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന, അള്ളാഹുവിൻ്റെ ദീന് സമ്പൂർണ്ണമായ ദീന്, ആ ദീൻ എനിക്ക് മതി, ഞാൻ തൃപ്തിപ്പെട്ടു. മുഹമ്മദൻ നബിയം വറസൂല, മുഹമ്മദ് നബി മനുഷ്യകുലത്തിൻ്റെ നേതാവായി വന്ന, മനുഷ്യകുലത്തിൻ്റെ വിമോചനായി വന്ന, മനുഷ്യകുലത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ അള്ളാഹുവിൻ്റെ അടിമയായ അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂലാണ്, നബിയാണ്. ഇങ്ങനെ ആരെങ്കിലും രാവിലെയും വൈകിട്ടും പറഞ്ഞാലോ, ശരിക്കും മനസ്സറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമായിക്കൊണ്ട് പറഞ്ഞാലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ്റെ കൈ പിടിച്ചുകൊണ്ടായിരിക്കും അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ നിലക്കുള്ള ഔന്നിത്യബോധം നമ്മൾക്കുണ്ടായിരിക്കണം. ഞാൻ ഒരു മുസ്ലിമാണ്, ഞാൻ ഒരു യഥാർത്ഥ മുസ്ലിം. ഏത് വിഷയത്തിലും എനിക്ക് അള്ളാഹും റസൂലും പറഞ്ഞതുപോലെ ഞാൻ നടപ്പിലാക്കാൻ ശ്രമിക്കും. നമ്മളൊക്കെ പ്രശ്നക്കാരാണ്, നമ്മളൊക്കെ ബലഹീനതയും പോരായ്മയുള്ള കൂട്ടാണ്. പക്ഷെ കഴിവിൻ്റെ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം? ഏത് കാര്യവും അള്ളാഹും റസൂലും ഇഷ്ടപ്പെടാത്ത നിലക്ക് സംഭവിച്ചു പോയാൽ അത് നമ്മൾ വൻ നഷ്ടമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, അള്ളാഹുവിൻ്റെ സിൽം, ആ ഇസ്ലാമാകുന്ന പരിപൂർണമാകുന്ന സമർപ്പണം, ദ ഹോൾ സബ്മിഷൻ ടു ദ അള്ളാഹ് നമ്മളുണ്ടായിരിക്കണം. വല തത്തബി ഖുതുവാത്തി ശൈത്താൻ, പിശാചിൻ്റെ കാലടി കുറച്ചതും കുറച്ച് ഇത്, കുറച്ച് ഭൗതിക ശാസ്ത്രം, കുറച്ച് ഭൗതികൻ, കുറച്ച് ലിബറലിസ്റ്റ്, കുറച്ച് കമ്മ്യൂണിസ്റ്റ്, കുറച്ച് ബിദ്അത്ത്, ഇതൊന്നുമല്ല ഇസ്ലാം. ഇസ്ലാം സമ്പൂർണ്ണമാണ്. അത് തറക്തുക്കും, ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ച് തന്നു. എന്ത്? തറക്തുക്കും ദീൻ അലൽ മഹജ്ജത്തുൽ ബൈളാ, വ്യക്തമായ സ്പഷ്ടമായ വെളുത്തൊരു കാര്യം. മഹജ്ജത്ത് വ്യക്തമായ തെളിവാണ്. ലൈലുഹാ കനഹാരിഹ, അതിൻ്റെ രാത്രി പകല് പോലെയാണ്. അപ്പോൾ അതുപോലെ വ്യക്തവും സ്പഷ്ടമായ ദീന് അത് പരിപൂർണമായും ഉൾക്കൊള്ളണം, പരിപൂർണമായും പിൻപറ്റണം. അവിടെ പിശാചിൻ്റെ കാലടിയെ പിൻപറ്റി പോകുന്നത് എന്തുകൊണ്ട്? പിശാച് എന്താണ്? ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, നിങ്ങൾക്ക് വ്യക്തമായ സ്പഷ്ടമായ ശത്രുവാണ്. നമ്മുടെ
പ്രഖ്യാപിത ശത്രുവാണ് പിശാജ്. ആ ഫത്തഹിദു അദുവ, ആ പിശാജിനെ ശത്രുവായി നമ്മൾ കാണണം. ആ നിലക്ക് ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണതയെ മനസ്സിലായിക്കൊണ്ട് ഇസ്ലാമിൽ കഴിവിൻ്റെ പരമാവധി നമ്മൾ എവിടെയാണോ പ്രശ്നം, എവിടെയാണോ നമ്മുടെ വീക്ക്നെസ്, അത് മനസ്സിലാക്കി നമ്മൾ പരിപൂർണമായിട്ട് ഇസ്ലാം പ്രവേശിക്കുക ഇൻഷാ അള്ളാഹ്. ആ നിലക്ക് പ്രവേശിച്ച് മരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈമാനോട് മരിക്കാൻ സാധിക്കും. ഇല്ലെങ്കിലോ ഭാഗ്യമായി മുസ്ലിമായ ഈമാനോട് മരിക്കാൻ സാധിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു നമ്മളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി ഇൻഷാ അള്ളാഹ് ഇതൊക്കെ ഉൾക്കൊള്ളുവാനും പ്രവർത്തിക്കുവാനും അങ്ങനെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാനും യഥാർത്ഥ മുഅ്മിനായി മരിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.